ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഓട്ടം എന്നതാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തെ ഓട്ടമായിട്ടാണ് ചിന്തകൾ താരതമ്യം ചെയ്യുന്നത്. ഓട്ടം പല തരത്തിലുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ചില ഓട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ പലതും വളരെ രസാവഹമാണ്. ഒന്ന്, നമുക്ക് പരിചയമുള്ള മത്സര ഓട്ടം. ചിലരുടേത് തിരക്ക് പിടിച്ചുള്ള ഓട്ടമാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഓട്ടം. പണ്ട് അഞ്ചലോട്ടക്കാർ എന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. സന്ദേശങ്ങൾ വഹിച്ചുള്ള ഓട്ടമാണ് അഞ്ചലോട്ടം. ഇന്നത്തെ പോസ്റ്റ്മാൻ്റെ പഴയ ഒരു പതിപ്പ്. ഇനി മറ്റൊരു ഓട്ടം, പോലീസിൻ്റേത് കള്ളനെ പിടിക്കാൻ, കള്ളൻ്റെ ഓട്ടം പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ശരീരത്തിൻ്റെ ഫിറ്റ്നസ് നിലനിർത്തുവാൻ ഓടുന്നവർ. അങ്ങനെ പലതരം ഓട്ടം. ഓട്ടം ഏത് തരത്തിലുള്ളതായാലും അതിന് ചില സമാനതകൾ ഉണ്ട്. ഒന്ന്, ഒരു ലക്ഷ്യമില്ലാതെ ആരും ഓടുന്നില്ല. ഓട്ടം എന്നത് ആയാസകരമായ ഒന്നാണ്. ഓടുന്ന വേളയിൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും കൂടുതലായി പണിയെടുക്കേണ്ടതായി വരുന്നു. മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം, ഓട്ടത്തിന് കൂടുതൽ എനർജി ആവശ്യമാണ്. മത്സര ഇനങ്ങളിലെ ഓട്ടമാണെങ്കിൽ തയ്യാറെടുപ്പുകൾ ധാരാളം വേണം. ഭക്ഷണ കാര്യങ്ങളിൽ ഉൾപ്പെടെ ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. അഞ്ചാമത്തെ കാര്യം, ആരോഗ്യമുള്ള ഒരു ജീവിത ശൈലി സ്വന്തമായിട്ടുള്ളവർക്ക് മാത്രമേ നന്നായി ഓടുവാൻ കഴിയൂ. ഇനി നമുക്ക് ബൈബിളിലേക്ക് വരാം. ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടത്തെക്കുറിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ വിശുദ്ധ പൗലോസ് നമുക്ക് നൽകുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24 പൗലോസ് പറയുന്നത്, നിങ്ങൾ വിജയം വരിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ എന്നാണ്. അഥവാ എങ്ങനെയെങ്കിലും ഓടിയാൽ പോരാ. ഇവിടെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ഷൈനി അബ്രഹാം എന്ന അത്ലറ്റ് മത്സരിക്കുന്നു. മീറ്ററുകളുടെ വ്യത്യാസത്തിൽ വ്യക്തമായ മേധാവിത്വത്തോടെ ഷൈനി ഓട്ടം പൂർത്തിയാക്കി. പക്ഷെ സന്തോഷത്തിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ 200 മീറ്റർ പൂർത്തിയാകുന്നതിന് മുൻപ് തൻ്റെ ബൂട്ടുകൾ സൈഡ് ലൈനിൽ സ്പർശിച്ചതായി കണ്ടെത്തി. അത് നിയമവിധേയമല്ലാതിരുന്നതിനാൽ തനിക്ക് വിജയം നിഷേധിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, നമ്മുടെ ഓട്ടം കരുതലോടെ ആകണം. അത് വിജയം വരിക്കുവാൻ തക്കവണ്ണം തന്നെ ആകണം. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായം 2-ാം വാക്യത്തിലും 5-ാം അധ്യായം 7-ാം വാക്യത്തിലും പറയുന്നത്, നാം ഓടിയത് വെറുതെ എന്ന് വരരുത് എന്നത്രേ. നാം ഒരിക്കൽ നന്നായി ഓടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിജയം വരിക്കണമെങ്കിൽ, ക്രിസ്തീയ ജീവിതം സഫലമാകണമെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങൾ നാം സ്വീകരിക്കണം. അതിനനുസൃതമായ കരുതൽ നമ്മുടെ ജീവിതമാകുന്ന ഓട്ടത്തിലുണ്ടാകണം. തീർച്ചയായും ദൈവവചനം നമുക്ക് ഓട്ടത്തിൻ്റെ അതിര് അഥവാ ട്രാക്ക് ഏതെന്ന് കാണിച്ചു തരും, സംശയമില്ല. ഓട്ടത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിലായിട്ട് ഇങ്ങനെയാണ്, നാം തനിച്ചല്ല ഓടുന്നത് എന്നത്രേ അത്. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് മാതൃകയായി, പ്രോത്സാഹനമായി, നമുക്ക് മുൻപും നമുക്ക് ഒപ്പവും ഓടുന്നവർ. കൂടാതെ നമുക്ക് നോക്കുവാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതിനുമായിരിക്കുന്ന യേശു. അതിനാൽ ഓട്ടത്തിന് തടസ്സമാകുന്നത് എന്തും നമുക്കുപേക്ഷിക്കാം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഓട്ടത്തെക്കുറിച്ച് അടുത്തതായി പൗലോസ് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 24 ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്നത്രേ. തൻ്റെ ശുശ്രൂഷ തികയ്ക്കുക എന്നത് മാത്രമാണ് താൻ ചെയ്യേണ്ടതെന്ന് പൗലോസ് പറയുന്നു. പൗലോസിൻ്റെ ആത്മാവിനെയും പ്രാണനെയും വിലയേറിയതായി കരുതുന്നവൻ കൂടെ ഉള്ളപ്പോൾ പൗലോസ് എന്തിനു ഭയക്കണം? പൗലോസ് മാത്രമല്ല നാമും. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന് 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് നാം ശ്രദ്ധിക്കണം. ക്രിസ്തീയ കോളത്തിൽ നാം എത്ര തന്നെ ഉന്നതരായാലും ക്രിസ്തീയ ജീവിതത്തോടും നമ്മുടെ ഓട്ടത്തോടുമുള്ള മനോഭാവം ഇങ്ങനെയാകണം, ഇങ്ങനെ തന്നെയാകണം. ഇത് വളരെ പ്രധാനമാണ്. സമർത്ഥമായി, സാർത്ഥകമായി, സാഫല്യപൂർണമായി നമ്മുടെ ഓട്ടം പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയണം. വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ സുവിശേഷകൻ ജോയ് EV.